Book of James chapter 1 verse 1 to 12. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12 തൊട്ട് 18 വരെ. Let us all read together James chapter 1 verses 12 through 18. Are we ready? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കുന്നില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുന്നതിനാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്തിൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. Close your eyes for one more second. വായിച്ച വാക്യത്തെ ഓർത്ത് കർത്താവിന്റെ മഹത്വം കരയേറ്റാം. Let us give glory to God for the word that we have read. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങേക്ക് മഹത്വം കരയേറ്റുന്നു. അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ രാവിലെ മുതൽ ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവെ. തുടർന്നുള്ള ശുശ്രൂഷ ഞങ്ങളുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കം പ്രാപിക്കുവാൻ, രൂപാന്തരം പ്രാപിക്കുവാൻ ദിനംതോറും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശബ്ദം ഞങ്ങളോട് കേൾപ്പിക്കണമേ കർത്താവെ. അടിയങ്ങളൊന്നുമില്ല, ഏതുമില്ല എന്ന് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എല്ലാ മാനോമഹത്തോടത്തേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എത്ര പേർ സന്തോഷത്തോടായിരിക്കുന്നു? ആ ചിരിയുള്ള മുഖത്തോടെ കർത്താവിനൊന്ന് മഹത്വം കരയേറ്റുവാൻ കഴിയുമോ? ഹല്ലേലൂയ. എല്ലാവരെയും യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. I greet you all in Jesus name. ഒത്തിരി സന്തോഷത്തോടെ വീണ്ടും ഇവിടെ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നതിന് ഞാൻ വളരെ കർത്താവിന്റെ മഹത്വം കരയേറ്റുന്നു. Praise the Lord that that I could be here with you all once again with a happy heart. കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ പ്രിയ ദേവദാസി പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച മാത്രമല്ല, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞങ്ങൾ കുറേ കാര്യങ്ങളിൽ പ്രിപ്പറേഷനും കാര്യങ്ങളുമായിരുന്നു. ഒത്തിരി ബിസി ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. For the past several months, like we've been busy preparing several things, and it was busy months for us. ദൈവം നല്ലവനാണ്, ദൈവം വിശ്വസ്തൻ എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിച്ചു. But God has enabled us to realize that God is faithful and God is good. കഴിഞ്ഞ ആഴ്ചകൾ, കഴിഞ്ഞ മാസങ്ങളായി ഞങ്ങൾ പാക്കിങ്ങും മൂവിങ്ങും ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തു നിന്ന് ഞങ്ങൾ ഓൾറെഡി മൂവ് ഔട്ടായി, പാക്ക് ചെയ്ത് പേപ്പർ വർക്കിൻ്റെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. അത് എപ്പോൾ കിട്ടുന്നു അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. And we have moved out from our original place and we've been packing, and we are ready once the paperwork is completed. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടുത്തെ ദേവദാസൻ, പിന്നെ SFCNയുടെ ദേവദാസന്മാർ, അവരെല്ലാം ഓരോരോ പേപ്പേഴ്സ് അവർ ചോദിക്കുമ്പോൾ ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഇന്ന് പാടിയപ്പോൾ ഞാനത് എന്നോടുള്ള പ്രാർത്ഥന, എൻ്റെ ജീവിതത്തിലുള്ള പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ ഹിതം എന്താണോ അത് ജീവിതത്തിൽ നിറവേറുവാൻ ഞങ്ങളെ തന്നെ കുടുംബമായിട്ട് സമർപ്പിച്ച് ആയിരിക്കുന്നു. And SFCNA leaders and the pastor here has been submitting all the papers needed as the officials have been asking. But as we sang today, this was my prayer also, that whatever is the will of God must happen in my life. സന്തോഷ് പാസ്റ്റർ ഇന്ന് അവിടെ ഒക്ലഹോമയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. പ്രിയ മാതാപിതാക്കളോട് ഒരുമിച്ച്, പ്രിയ ദേവദാസന്മാരോട്, റോണി പാസ്റ്ററോട്, എല്ലാവരോടും ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ കർത്താവിൽ സന്തോഷിക്കുന്നു. And Pastor Santosh is in Oklahoma today, and I praise God and thank God that I could be together here with the parents and the men of God and all the church members here. ഇന്ന് രാവിലത്തെ ബൈബിൾ സ്റ്റഡിയിൽ എത്ര പേർ അറ്റൻഡ് ചെയ്തെന്ന് ഞാൻ കൈവെക്കുന്നില്ല, കാരണം എത്ര പേർ അറ്റൻഡ് ചെയ്തെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ബൈബിൾ സ്റ്റഡി ആയിരുന്നു ഇന്ന് രാവിലെ കിട്ടിയത്. And the Bible study this morning was a very blessed one. Only few people were in attendance. പക്ഷേ ആ ഒരു വചനത്തിൽ അത്രയും ആ ഒരു അബ ഫാദർ എന്ന് വിളിക്കുവാൻ യോഗ്യത
യോഗ്യരാകുന്ന നമ്മളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ ആ സ്നേഹം, കർത്താവിൻ്റെ ആ കരുതൽ, ആ ഒരു വചനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുമ്പോൾ എത്ര മൗനമായിട്ടിരിക്കാൻ പറ്റത്തില്ല. കർത്താവിന് ഒത്തിരി ഒത്തിരി മഹത്വം കരയേറ്റുവാൻ ഈ ദിവസങ്ങൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. It is such a great privilege that we are given to call, Father God as Abba Father, and when we realize that privilege, we cannot keep silent, but we will keep praising the Lord. അതിനുശേഷം അനുഗ്രഹീതമായ ഇംഗ്ലീഷ് വർഷിപ്പിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ കർത്താവ് സഹായിച്ചു. And we were able to praise and worship God with English songs after that. അതിനുശേഷം നമ്മൾ കേട്ട മെസ്സേജ് നോൺ പ്രോഡിഗൽ സണ്ണിന്റെ മെസ്സേജ് നമ്മൾ കേട്ടു. And we heard message, like a focusing on the non-prodigal son. ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാൻ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് കർത്താവിന്റെ മഹത്വം കരയേറ്റുന്നു. And I praise God for different abilities and talents given to men of God here, so that we can view things from different perspectives. പാസ്റ്റർ കല്യാണെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഒരുമിച്ച് ഇങ്ങനെ ഒരു നല്ല അവസരത്തിനായി കർത്താവിന് മഹത്വം കരയേറ്റുന്നു. Praise God for Pastor Kalyan, and I'm so happy to be together with you all. So ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളിലൊക്കെ ഒത്തിരി പ്രായത്തിൽ കുറവായിരിക്കുക എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ എന്നാലും ഒത്തിരി ഒരു ഭയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒത്തിരി പ്രാർത്ഥനയോടെ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് എന്നിലൂടെ എന്താണോ സഭയോട് സംസാരിക്കുവാനുള്ളത് അത് ദൈവജനത്തോട് ഷെയർ ചെയ്യുവാൻ എന്നെ ബലപ്പെടുത്തണമെന്ന പ്രാർത്ഥനയോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. But I'm standing here with much prayer and reverence that God will enable me to share what is the message that God has in mind for the church today. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കുറച്ച് മാസങ്ങളായി ഞാൻ എൻ്റെ പേഴ്സണൽ ഡിവോഷനിൽ ഞാൻ ബാക്ക് ടു ഫോർത്ത് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് യാക്കോബിന്റെ ലേഖനം. Book of James is what I've been learning and devoting myself during my personal meditation. അതിന്റെ ആദ്യ വാക്യങ്ങളിൽ ആദ്യ 11 വാക്യങ്ങളിലുള്ള ഒരു വാക്യം ഇന്ന് രാവിലെ മെനിച്ചേച്ചി കുഞ്ഞുങ്ങളോട് പറഞ്ഞപ്പോൾ ആ വാക്യം ഉരുവിട്ടപ്പോൾ ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റി. And in the first 11 verses, there was one verse that was shared to the Sunday school children this morning. അതിൽ 5ാമത്തെ വാക്യം ഇപ്രകാരമാണ്: നിങ്ങൾ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. But if any of you lacks wisdom, let him ask of God, who gives to all generously and without reproach. ഇന്ന് കുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പോൾ ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ സ്കൂളിൽ പോകുന്നത് സന്തോഷമാണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു സന്തോഷമല്ലെന്ന് ഇവിടെ പറഞ്ഞു. When we were asked, if they are happy to go to school, one of the children said he is not happy. They're not happy to go to school. Because അവരുടെ മലയാളമല്ല, ഇംഗ്ലീഷ് അല്ല, മാത്സിലുള്ള ബുദ്ധിമുട്ട് കാരണമാണ് അദ്ദേഹത്തിന് സ്കൂളിൽ പോകുന്നതിൽ ഒരു പ്രയാസം പറഞ്ഞത്. Because he doesn't like the subject mathematics, so he doesn't want to go to school. പക്ഷേ ദൈവവചനത്തിൽ അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ ദൈവദാസന്മാർ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഏറ്റവും പാടുള്ള ഏത് വിഷയമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ടെസ്റ്റിമണി പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും ആ കാര്യത്തിലേക്ക്. Let me share one of my testimonies from my life, and I will share further. എനിക്ക് ഏറ്റവും കുറച്ച് മാർക്ക് എൻ്റെ 10th സ്റ്റാൻഡേർഡിൽ കിട്ടിയ സബ്ജക്റ്റ് ആണ് ഹിന്ദി. I got the least mark in my 10th grade for Hindi, the subject Hindi. ഹിന്ദിയുടെ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോഴേ എങ്ങനെയെങ്കിലും ഈ പീരീഡ് ഒന്ന് കഴിഞ്ഞാൽ മതി, ആ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു. As soon as the Hindi teacher enters the class, my prayer is that the Hindi period will be over somehow. 12th കഴിഞ്ഞിട്ട് ഞാൻ പോയത് ഡെറാഡൂണിലേക്കാണ്. അവിടെ ഹിന്ദി മാത്രം പറയുന്ന ഒത്തിരി ആളുകളുടെ ഇടയിലോട്ട് ചെന്നപ്പോൾ അവിടെ ഹിന്ദി പറയാതെ രക്ഷയില്ല. After 12th grade, I happened to go to Dehradun, and it is in the midst of Hindi-speaking people. I had no way but to learn Hindi. So 6 മാസം കഴിഞ്ഞപ്പോൾ ഹിന്ദിയിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. But after 6 months, God has enabled me to pray in Hindi. കാര്യം ദൈവം ഭത്സിക്കാതെ ഔദാര്യമായിട്ട് തരുന്നൊരു ദൈവമാണ്. Because our God gives generously without reproach. നമ്മുടെ പേരൻസിനോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്കറിയാം, അവരൊരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, അവരെ ഒന്ന് വഴക്ക് പറയും, ചിലപ്പോൾ ഒന്ന് ഉപദേശിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തേക്കാം. When children ask the parents something, they may reproach them or they may scold them, and only after that they may be given or they are given advice. പക്ഷെ നമുക്കൊരു ദൈവമുണ്ട്, ആ ദൈവം ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ഒരു ദൈവമാണ്. But we have a God who gives generously without any reproach. നമ്മളുടെ ചിന്തകളോ നമ്മുടെ വിചാരങ്ങളോ അല്ല, കർത്താവ് നമ്മൾക്ക് തരുന്നത് ഇന്ന് ദേവദാസൻ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി ദൈവം തരുവാൻ കരുതി വെച്ചിരിക്കുന്നത് ആർക്കും എടുക്കുവാൻ സാധ്യമല്ല. But
when we ask, our God gives, as we heard in the English message today, no one can take away what God has in store for each and every one of you. ചിലപ്പോൾ ചില സമയത്തേക്കൊന്ന് തടഞ്ഞു വെച്ചെന്ന് വരാം, പക്ഷെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്താൽ ആഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളൊരു നന്മയോ ഒരു അനുഗ്രഹമോ ഒരു വിടുതലോ ഒരു ഉയർച്ചയോ അതെന്തുമായിക്കോട്ടെ, കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയോടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് അതിൽ വിജയം തരുമെന്നുള്ളതിന് സംശയമില്ല. Maybe it is delayed a little bit, but whatever God has in store for you, let it be a blessing, let it be your higher education or your family life, let it be anything that you are praying for. God, no one can take it away from you. It will come to you at the right time. Amen. Amen. Hallelujah. Hallelujah. ഇന്ന് വായിച്ച ആ ഒരു ചില വാക്യങ്ങൾ ഞാൻ ക്വിക്ക്ലി ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. I want to share with you, some few thoughts from the verses that we have read today. ഒത്തിരി സന്തോഷമുണ്ട് പ്രിയ ഹെപ്സിബയെയും കണ്ട് ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നതിൽ. ബിക്കോസ് നമ്മൾ പല പ്രാവശ്യങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും വരുമ്പോൾ നിബു ബ്രദറിനോട് ഞാൻ ചോദിക്കാറുണ്ട്, എപ്പോഴാണ് വരുന്നത് ഇങ്ങനെ പല പ്രാവശ്യങ്ങളിൽ ചോദിച്ചു. പക്ഷേ ഇന്ന് ആദ്യമായിട്ട് ഒരുമിച്ച് ആരാധനയ്ക്കും ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. And I'm also happy to be together with our dear sister Hepzibah that we've been praying for several years, that I'm happy to be here and worshiping together with her. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. May God bless you all. സോ ഈ വാക്യത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഇപ്രകാരം കാണുന്നു: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. This is what we read here. Blessed is the man who perseveres under trial, for once he has been approved, he will receive the crown of life which the Lord has promised to those who love him. നമ്മുടെ ജീവിതത്തിൽ അല്ലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വരുന്ന പരിശോധനകൾ, പരീക്ഷകളെ പറ്റിയാണ് യാക്കോബിന്റെ ലേഖനത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. In the book of James we see about the temptations or temptations that comes to the life of a child of God. So ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് വാക്കുകൾ നമ്മളെ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ് ചെയ്തേക്കാം. Sometimes we get confused between two words here. രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. In verse 2 we read that when you encounter various trials. മൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: വിശ്വാസത്തിന്റെ പരിശോധന. In verse 3 the testing of your faith. എന്നാൽ 12 മുതൽ പരീക്ഷിക്കപ്പെടുമ്പോൾ എന്നിങ്ങനെ പല വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. And then from verses 12 onwards, it talks about when you are under trial, those many things. വേദപണ്ഡിതന്മാരുടെ പഠനത്തിനനുസരിച്ച് അവർ പറയുന്ന ഗ്രീക്കിൽ ഒരു വാക്കാണ് അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. In Greek, only one word is used for that according to theologians. പക്ഷേ ആ ഒരു അധ്യായത്തിന്റെ ആ ഒരു സ്ട്രക്ചറിനോട് അനുബന്ധിച്ച് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിനെ പരീക്ഷയെന്നും പരിശോധനയെന്നും പലതായിട്ട് അവിടെ കാണിക്കുന്നു. But when it got translated, it got into different words like tests or trials or temptation. ക്രിസ്തീയ ജീവിതത്തിൽ ട്രയൽസും ടെംപ്റ്റേഷനും ഇല്ലാത്ത ആരുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. There is no one without any trials or temptations in their Christian life. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പരീക്ഷകളുണ്ട്, പരിശോധനകളുമുണ്ട്. Now for a child of God in their life there are trials and temptations and tests. ഈ പരിശോധനകളിലും ഈ പരീക്ഷകളിലും എങ്ങനെ പക്വതയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം എന്ന് പഠിക്കുന്നതിൽ എന്നറിയുന്നതിലാണ് ഒരു ദൈവ പൈതലിന്റെ വിജയം എന്നുള്ളത്. The success of a Christian's life is when they learn how to overcome these trials and temptations in their lives. ഞാൻ റീസെന്റ്ലി ഒരു സർവേയെ പറ്റി ഇപ്രകാരം വായിക്കുവാനായിട്ട് ഇടയായി. I read about a survey recently. നോർത്ത് അമേരിക്കയിലുള്ള വിശ്വാസികളായിട്ടുള്ള ക്രിസ്ത്യൻസ് ആയിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് അകലുന്നതിന്, ദൈവത്തിൽ നിന്ന് അടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്ത് കാരണങ്ങളാണ് തങ്ങളെ അകറ്റി നിർത്തുന്നത് എന്നതിനെ പറ്റി ഒരു സർവേ നടത്തുവാനായിട്ട് ഇടയായി. The survey was about the North American Christians, what are hindering them or preventing them from staying or keeping a close relationship with God or keeping a spiritual life. So അതിന്റെ 5 കാര്യങ്ങൾ എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. 5 of the reasons in the survey made me think a lot. അതിന്റെ ഒന്നാമത്തെ കാര്യം ഇപ്രകാരമാണ്: അവർ ഒരു ക്രിസ്ത്യാനി അല്ല ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ അവരെ ഏറ്റവും അധികം ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് അവരുടെ ജീവിതത്തിലെ ഫൈനാൻഷ്യൽ കാര്യങ്ങളാണ്. അവർ പണം സമ്പാദിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഈ രാജ്യങ്ങളിൽ അവർ ഒത്തിരി കഷ്ടപ്പെടുകയും
വരികയാണ്. കാര്യം നമുക്കറിയാമല്ലോ, ഇവിടുത്തെ മോർഗേജ്, ലോണ്, ക്രെഡിറ്റ് കാർഡ്, ഇത് എല്ലാം കൂടെ വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്ത് അതിനുവേണ്ടി ഒത്തിരി അധ്വാനിക്കുവാൻ വേണ്ടി ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. Now the first thing that keeps people away from God is when they give priority to their financial things because of their financial struggles. രണ്ടാമത്തേതായിട്ട് ആ സർവേയിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: സ്വാർത്ഥത. എൻ്റെ കാര്യം, ഞാൻ എൻ്റേത് എന്നുള്ള ചിന്തയോടുകൂടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിലാണ് പലപ്പോഴും ദൈവത്തിൽ നിന്ന് പല വ്യക്തികളും അകലുന്നത്. The second reason why people stay away from God is when they become selfish or when they think mine and when they focus on themselves. മൂന്നാമത്തെ കാര്യം അവർ മനസ്സിലാക്കിയത് അലസത. An idle man's mind is a devil's workshop, right? അങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഐഡലായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അലസതയോടെ ഇരിക്കുമ്പോഴാണ് പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും ദൈവത്തിൽ നിന്ന് അകലുവാനുമായിട്ടും ഇടയാക്കുന്ന ഒരു കാരണമെന്ന് ആ സർവേ പറയുവാനായിട്ട് The third reason is being idle in their life, that keeps them away from God. നാലാമത്തേതായിട്ടുള്ള കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കോപം, രണ്ട് മറ്റുള്ളവരോടുള്ള കയ്പ്. Fourth reason is anger and bitterness towards other people keeps people away from God. അത് ഞാൻ ചിന്തിക്കുന്നു one of the important thing ആണ് കോപവും കയ്പും മനസ്സിൽ വെച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കുകയും കർത്താവിനെ സേവിക്കുകയും ചെയ്യുക എന്നുള്ളത്. And I think it is one of the important reasons when we worship the Lord while we still keep anger and bitterness towards others. ഞാൻ എൻ്റെ ചില സ്നേഹിതരോട് അവരുടെ ലൈഫിൽ അവരുടെ സ്ട്രഗിൾസ് എന്നോട് ഷെയർ ചെയ്ത് അവരുടെ ഫാമിലി ലൈഫിൽ അവർ വളരെ കഷ്ടപ്പെടുകയാണ്. അന്നേരം അതെന്നോട് ഷെയർ ചെയ്തപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചില ബുക്സ് ഞാൻ വായിക്കുകയായിരുന്നു ഫാമിലി ലൈഫിനെ പറ്റിയുള്ളത്. And when some of my friends shared the struggles in their family life with me, I've been learning myself, or I've been reading some books so that I can advise them. So അതിൽ നിന്ന് ഞാൻ ഒരു ബുക്കിൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു കുടുംബജീവിതത്തെ ഏറ്റവും അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്റ്റ് ആണ് കോപം എന്നുള്ള കാര്യം. And from that reading, what I understood was anger is something that ruins family lives. So ഇവിടെ ഈ ഒരു സർവേയിൽ പറയുന്നത് കുടുംബജീവിതത്തെ അല്ല, മറിച്ച് ദൈവമായിട്ടുള്ള ബന്ധത്തെ അകറ്റുന്ന ഏറ്റവും one of the important thing ആണ് കോപം എന്നുള്ളത്. But in the survey that I mentioned, it is not about family life, but anger is one of the reasons that keeps people away from their close contact with God, or make them not having a good spiritual life. So അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ആ സർവേയിൽ കാണുന്നെങ്കിലും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഇപ്രകാരമാണ്. Though there are many reasons listed in the survey, one thing that made me think a lot was ഏറ്റവും കൂടുതൽ ടെംപ്റ്റേഷനിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകലുന്നത്. when people go through a lot of temptation is when they go away from God. മറ്റൊരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മനുഷ്യർ ഏറ്റവും കൂടുതൽ ടെംപ്റ്റേഷനിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുന്നത് അങ്ങനെ വളരെ ക്ഷീണിത അവസ്ഥയിൽ കടന്നു പോകുമ്പോഴാണ്. And another thing that we can see is that when people go through temptation when they are spiritually weak. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും കർത്താവിന്റെ വചനപ്രകാരം നമ്മുടെ ജീവിതം നയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ ഓവർകം ചെയ്യുവാൻ കർത്താവ് നമ്മെ When we have a strong foundation in the word of God, and when we keep trusting the word of God, we can overcome these temptations. So 8 മണിക്കൂറോ 10 മണിക്കൂറോ 12 മണിക്കൂറോ നിങ്ങൾ എത്ര മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്, നിങ്ങളുടെ സ്കെഡ്യൂൾ കഴിഞ്ഞ് ക്ഷീണിച്ച് തളർന്ന് വീട്ടിലേക്ക് വരുമ്പം ഹസ്ബൻഡിനെ നോക്കുമ്പോഴത്തേക്ക് അയ്യോ ഈ മനുഷ്യനെ ഞാൻ വീണ്ടും കാണണമല്ലോ എന്ന ചിന്തയിലാണ് വരുമ്പോഴുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പിന്നെയുള്ള അടുത്ത 12 മണിക്കൂർ പോയി. So maybe you are working 8 hours, 10 hours, 12 hours or whatever, and if you're not having a good family life, when you come home, you're worried that I have to spend the next 12 hours with your partner, then your next 12 hours is also gone. So ആ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ചിലപ്പം കോപം വരാം, ദേഷ്യം വരാം, അതെല്ലാം മാനുഷികമായ ഓരോ ഫീലിംഗ്സ് ആണ്, അല്ലെങ്കിൽ ഓരോ ലൈഫിൽ അത് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. And in that situation you may have anger or bitterness. It is quite natural in the human life. പക്ഷെ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇന്ന് അല്പനേരം ചിന്തിക്കുവാൻ വേണ്ടി പോകുകയാണ്. But what I want to share with you is how can we overcome those feelings in a Christian's life. എന്താണ് ടെംപ്റ്റേഷൻ? ടെംപ്റ്റേഷൻ എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുന്നുണ്ട്, നമുക്കറിയാം. പക്ഷെ എന്താണ് ടെംപ്റ്റേഷൻ? What is temptation, even though it is a very familiar word to us? ഒരു കാര്യം തെറ്റായ രീതിയിൽ ചെയ്യാൻ, ഒരു ശരിയായ ഒരു കാര്യം തെറ്റായ രീതിയിൽ ചെയ്യുവാനുള്ള ഒരു പ്രേരണയാണ് ടെംപ്റ്റേഷൻ. Temptation
is a desire to do a right thing in a wrong way. ശരിയായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും അത് തെറ്റായ രീതിയിൽ ചെയ്യുമ്പോൾ അത് പാപമായി മാറുന്നു, അത് ടെംപ്റ്റേഷനിലേക്ക് വീഴ്ത്തപ്പെടുന്നു. Though it is the right thing to do, when we follow the wrong way to do it, it becomes temptations or it becomes sin. സോ വിശപ്പ് എന്നുള്ളത് എല്ലാവർക്കും വരുന്നതാണ്. വിശക്കുന്നതിന് ആഹാരം കഴിക്കുന്നത് അതൊരു നോർമൽ തിങ് ആണ്. പക്ഷെ വിശക്കുന്നതിന് ആഹാരം കഴിക്കുവാൻ വേണ്ടി മോഷ്ടിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി ചിന്തിക്കുന്നത് അതൊരു ടെംപ്റ്റേഷൻ. For example, like a hunger is a common thing. Everyone can be hungry, but when we have to steal in order to fulfill our hunger, that is when it becomes sin. അപ്പോസ്തലനായ യാക്കോബ് ഇവിടെ നമ്മളെ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. No, Apostle James is trying to teach us two things here. നിങ്ങളെ ദൈവം അനുവദിക്കുന്ന ട്രയൽസ് ഉണ്ട്. Now there are trials that are allowed by God. ജീവിതത്തിൽ വരുന്ന ടെംപ്റ്റേഷൻസ് ഉണ്ട്. And number two, there are temptations that come to your life. അവിടെയുള്ള ആ ദൈവമക്കൾ ആ ട്രയൽസും ടെംപ്റ്റേഷനും അങ്ങ് മിക്സപ്പ് ആയി പോയ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നുപോയത്. No, but the people that James was writing to, they got mixed up with these two things in their lives. അവരുടെ ജീവിതത്തിൽ ട്രയൽസ് വന്നപ്പോൾ അതിന്റെ ഇടയിൽ ടെംപ്റ്റേഷൻസിലൂടെ അവർ പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ചിന്തിച്ചു ഇതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. So when they had trials in their life and when they had temptations, they thought everything, all of this comes from God. പക്ഷെ നമ്മൾ ആദ്യം വായിച്ച 5-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ദൈവത്തോട് ചോദിച്ച് എന്ത് പ്രാപിക്കണമെന്നാണ് നമ്മൾ അവിടെ കണ്ടത്. Wisdom. So in verse 5, we read that you have to ask God for wisdom who gives generously. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രയൽസും ടെംപ്റ്റേഷൻസും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവസന്നിധിയിലുള്ള ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാനും അതിൽ നിന്ന് മാറി നിൽക്കുവാൻ, ട്രയൽസ് അല്ലെങ്കിൽ ടെംപ്റ്റേഷനിൽ നിന്ന് മാറി നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. Now what we have to understand is, if we have wisdom from God, you will be able to overcome the trials or temptations in your life. ഇയ്യോബിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. തന്റെ ജീവിതത്തിൽ അനുഭവിച്ച പരിശോധനകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. And we all know about Job and the test that he had to go through in his life. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. നിങ്ങൾ ഇപ്പൊ ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. അതുപോലെ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെ പറ്റി Think about your friends and try to visualize them. In the similar way, Job also had many friends. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ക്ഷീണ അവസ്ഥയിലൂടെ കടന്നു പോവാണ്, വളരെ വേദനയിലൂടെ കടന്നു പോവാണ്. അപ്പോൾ നിങ്ങളുടെ ചില ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. And suppose you are going through a very bad situation in your life and some of your friends come to you. ഇവിടെ ഇയ്യോബിന്റെ ജീവിതത്തിൽ തന്റെ ഫ്രണ്ട്സ് വന്നിട്ട് 7 ദിവസം അവിടെ മിണ്ടാതെ ഇരുന്നു. And these friends of Job came to him, and for 7 days they kept silent. They did not say any word. മിണ്ടാതിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നതായിട്ടാണ് അവിടെ എഴുതിയപ്പെട്ടത്. And if you read the book of Job, you can see that they sat silently and they were crying. നമുക്ക് അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടോ? അത്രയും പോർഷനിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളോട് കൂടെ ഇരുന്നൊന്ന് കരയുവാൻ, നമ്മളെ കുറ്റം പറയാതെ അല്ലെങ്കിൽ നമ്മളെ വിധിക്കാതെ ജെന്യുവിനായിട്ട് വന്ന് നമ്മളോടൊന്ന് സംസാരിക്കുവാനും നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും കഴിയുന്ന ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? Do we have such friends like Job had, that who will come to us when we are desperate, who would sit with us and would cry along with us? പലരും ഇയ്യോബിന്റെ സ്നേഹിതരെ പറ്റി ഒത്തിരി പഴി പറയുന്നത് കേൾക്കാം. We can see that people blaming Job's friends. പക്ഷെ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാൻ പോകണം. അവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് പറയാം, ആ 7 ദിവസം ഇയ്യോബിന്റെ ലൈഫിലെ ബെസ്റ്റ് ടൈം ആയിരുന്നു താനൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി. So, but let me remind you that standing there, those 7 days that friends stayed with him, those were the good days that Job could recover. പക്ഷെ അതിനുശേഷം അവര് വാ തുറക്കാൻ തുടങ്ങിയപ്പോൾ, but when the friends started speaking, ആ പ്രശ്നങ്ങൾ ഗുരുതരമായി മാറി. and the problems became even worse. എന്തിന് ഇയ്യോബിന് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വന്നു? ദൈവത്തിനെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ദൈവം ചെയ്ത ആ കാര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലേക്ക് അങ്ങനെ പോയപ്പോഴത്തേക്ക് ആ സിറ്റുവേഷൻ ടോട്ടലി അപ്സൈഡ് ഡൗൺ ആയി മാറി. So when they started speaking about why Job had to face this situation, why God is like this, and when they had all these questions and arguments, things became really worse. So നമ്മളൊക്കെ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഒരു 500 വാക്ക് ഒരു 10 മിനിറ്റിനുള്ളിൽ പറഞ്ഞില്ലെങ്കിൽ ആ വീട്ടുകാർക്ക് എന്തോ ചിന്തിക്കും എന്ന് നമ്മൾ ചിന്തിക്കും. So we go to many different places, and sometimes we feel like if we don't say something when we are there, what the people would think about us. ചില സമയത്ത്
നമ്മുടെ സൈലൻസ്, നമ്മുടെ പ്രസൻസ് ചില വ്യക്തികളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. But many a times, the silent presence of our lives will be a blessing for many. നമ്മുടെ ഒരു സാന്ത്വനമായിരിക്കും, നമ്മൾ കൊടുക്കുന്ന ഒരു കരമായിരിക്കും, നമ്മൾ ഒന്ന് ഹഗ് ചെയ്യുന്നതായിരിക്കാം. എന്തായിരുന്നാലും സ്നേഹത്തോടെ ഒരു വ്യക്തിയെ, നമ്മളുടെ കൂട്ടു സഹോദരനെ, നമ്മളോട് കൂടെ ദൈവത്തെ ആരാധിക്കുന്നവരുടെ അവരുടെ ദുഃഖത്തിൽ, അവരുടെ വേദനയിൽ ഒരു ആശ്വാസമാകാൻ കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷിക്കാൻ മറ്റൊരു കാര്യങ്ങളില്ല. Maybe just a handshake or a silent hug, that may bring, much comfort to that family. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന പരിശോധനകളിൽ നമ്മളോട് കൂടെ നിന്ന് നമ്മളെ ബലപ്പെടുത്തുന്നവരെ നമ്മൾ മറക്കരുത്. We shouldn't forget, those who stand with us when God gives us trials. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ദൈവദാസനായിരിക്കാം. Maybe it's a man of God in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തികളായിരിക്കാം. Maybe your co-believers. Maybe നിങ്ങളുടെ കൂടെ ആരാധിക്കുന്ന ഇവിടെ ഉള്ളവരായിരിക്കത്തില്ല, മറിച്ച് മറ്റു സ്ഥലങ്ങളിലുള്ളവരായിരിക്കാം. Or maybe your friends, worldwide. പക്ഷേ ആരായിരുന്നാലും അവർക്ക് വേണ്ടി കർത്താവിന് നന്ദി കരയേറ്റണം. Whoever it might be, we have to thank God for them. കാര്യം നമ്മുടെ പരിശോധനകളിൽ, നമ്മുടെ വേദനയിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നവരെ നമ്മൾ മറക്കരുത്. Because we have to remember those who comfort us when we go through troubles. കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ച എൻ്റെ സിസ്റ്ററിന്റെ ശാരീരികമായ അവസ്ഥയിൽ നിങ്ങൾ ശക്തമായിട്ട് ഇവിടെയുള്ള ദൈവമക്കളും ദൈവദാസനും ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. And the men of God here and the children of God here had prayed faithfully and very mightily about the sickness that my sister was going through. സിസ്റ്റർ അൻസു നോർവേയിലാണ്. അവള് കഴിഞ്ഞ ദിവസങ്ങൾ വളരെ ഭാരപ്പെട്ടു. അവള് ന്യൂമോണിയയും മറ്റ് ചില വിഷയങ്ങളായിട്ട് ഒത്തിരി സ്ട്രഗിളിലൂടെ കടന്നുപോയി. പക്ഷെ കർത്താവ് പരിപൂർണമായ സൗഖ്യം ഈ ദിവസങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. Amen. Yes, like my sister Ansu in Norway was caught with pneumonia and she was going through many issues respiratory wise, but because of the fervent prayers of the children of God, she is recovering now. ഞാൻ പറയുന്നത് ദൈവസന്നിധിയിൽ നമ്മൾക്ക് കൂടെ നിൽക്കുവാൻ, നമ്മുടെ ഒരു വേദനയുടെ നടുവിൽ നമ്മളെ സ്വാന്തനിപ്പിക്കുവാൻ ചില വ്യക്തികളെ ദൈവമാക്കി വെച്ചിരിക്കുമ്പോൾ കർത്താവിന് നന്ദി കരയേറ്റണം. അതുപോലെ തന്നെ അവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണം. And when we have these men of God or these children of God that would comfort us when we go through trials, we have to thank God for them. ഞാനൊരു പ്രാക്ടിക്കൽ മെസ്സേജ് ആണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറുണ്ട്, 7 ദിവസം ഒരാഴ്ചയുണ്ട്. ഒരു സൺഡേ കഴിഞ്ഞിട്ട് അടുത്ത സൺഡേ വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. So I am trying to talk about some practical things today, and if you calculate, we have many of these hours between one Sunday to the next Sunday. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പരിശോധനകളും ടെംപ്റ്റേഷൻസും പല സാഹചര്യങ്ങൾ, പല വ്യക്തികളിലൂടെ കടന്നു വരാം. And we may have to face trials, temptations and tests through different people. നമുക്കറിയത്തില്ല ഏത് മാധ്യമത്തിലൂടെയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഫോണിലൂടെ വരാം, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ടിവിയിലൂടെ വരാം, അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ വരാം. ഏത് രീതിയിലും ടെംപ്റ്റേഷൻസ് നമ്മളെ കാർന്നു തില്ലുന്ന ഒരു സമയമാണിത്. And temptations may come through any media. Maybe it's a message in your phone, or the things that you watch in the TV, or some people could be through anything that you face temptations. നമ്മൾ ചർച്ചിൽ പോകുന്നത് കൊണ്ടോ, ബൈബിൾ വായിക്കുന്നതുകൊണ്ടോ, പാട്ട് പാടുന്നതുകൊണ്ടോ, ഈവൻ പ്രസംഗിക്കുന്നതുകൊണ്ടോ പോലും നമ്മളുടെ ടെംപ്റ്റേഷനിൽ നിന്ന് അകന്നു നിൽക്കാമെന്ന് നമ്മൾ ചിന്തിക്കരുത്. And don't think that you can escape temptations because you go to church or you read Bible or you pray. പക്ഷെ നമ്മൾ മനഃപൂർവ്വമായി ബോധവാന്മാരായിട്ടിരിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ടെംപ്റ്റേഷനിൽ നിന്ന് അകന്നു നിൽക്കുവാൻ കർത്താവിന്റെ കൃപ എൻ്റെ ജീവിതത്തിൽ തരണമെന്ന് പ്രാർത്ഥിക്കണം. But we have to put a intentional effort to it so that we can stay away from the temptations. യോസഫിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ കടന്നുപോയ സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നല്ലതായിട്ട് അറിയാം. And we all know about Joseph's life, what he has gone through in his life. താൻ എല്ലാം നല്ലതായിട്ട് പോകുമ്പോഴായിരുന്നു തന്റെ ജീവിതത്തിൽ പരിശോധനകളും പ്രശ്നങ്ങളും കടന്നു വന്നത്. And when everything was going well in his life, is that he had to go through temptations. സഹോദരന്മാർ ഒറ്റിക്കൊടുത്തതും പൊട്ടക്കിണറിലിട്ടപ്പോഴും മറ്റു സാഹചര്യങ്ങളോടെ എല്ലാം കടന്നു പോയപ്പോഴും അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. And I believe every situation that Joseph had gone through was purposed by God. It was the purpose of God. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പലരും നിങ്ങളുടെ ചെറിയ പ്രായങ്ങളിൽ തൊട്ട് പല ആലോചനകളും ദൂതുകളും പ്രവചന ശബ്ദങ്ങളും ഒക്കെ കേട്ടവരായിരിക്കും. പക്ഷെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ കടന്നു പോകുന്നു എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവർത്തിക്കുവാൻ ഒരു നിമിഷം മതി, ഒരു വാക്ക് മതി, ദൈവത്തിന്റെ ഒരു ശബ്ദം മതി നിങ്ങളുടെ ജീവിതത്തിന് ട്രാൻസ്ഫോർമേഷൻ വരുത്തുവാൻ വേണ്ടി. Maybe you are a
child of God who has heard several prophecies, several promises of God, and if you're wondering, God, why I am in this situation currently, why I am going through this situation, let me remind you that there is only 1 second needed that God to work and change situations in your life. ജോസഫിന്റെ ജീവിതത്തിൽ തന്റെ പരിശോധനകളെല്ലാം വന്നപ്പോൾ താൻ അതിൽ നിന്ന് സക്സസ്ഫുൾ ആയി പാസ്സായി തന്റെ ജീവിതത്തിലെ ടെംപ്റ്റേഷൻ വന്നപ്പോൾ താൻ റിയലൈസ് ചെയ്തു ഇത് ദൈവത്തിൽ നിന്നുള്ള അല്ല എന്നുള്ള കാര്യം. Now, when Joseph had to be faced with temptations, he realized that it did not come from God. ഇവിടെ നമ്മൾ വായിച്ച അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവം നമ്മളെ പരീക്ഷകളിലൂടെ കടത്തി വിടുമ്പോൾ അതിന്റെ നടുവിൽ നമ്മൾ പിടിച്ചു നിൽക്കുവാൻ, നമ്മൾ ഉറച്ചു നിൽക്കുവാൻ കർത്താവിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. And in the verse that we read, that we read that when we go under trials, we need the grace of God, God's grace, in order to stand firm through those trials. ഇവിടെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ചു വശീകരിക്കപ്പെടുന്നതിനാലാകുന്നു. Each one is tempted when he is carried away and enticed by his own lust. Verse 14 says, നമ്മുടെ സ്വന്തം മോഹത്തിൽ നമ്മൾ ആഗ്രഹിച്ചാണ് പലപ്പോഴും പരീക്ഷണത്തിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നത്. many a times, we are tempted because we are carried away and enticed by our own lust. യോശുവയുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ നമ്മൾ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്, ആഖാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. In Joshua chapter 7 we see Achan. ചാപ്റ്റർ 6-ൽ വലിയൊരു സക്സസ് ഇസ്രായേൽ മക്കൾക്കുണ്ടായതിനു ശേഷമാണ് തങ്ങളായിരിക്കുന്നത്. In chapter 6 we see a huge success that happened in the Israelites' life. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ചെറിയ പട്ടണത്തെ പിടിച്ചടക്കുവാൻ അവർക്ക് കഴിയാതെ പോകുന്നു. But now in chapter 7 they are unable to conquer a very small city. കാരണം ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞപ്പോഴുള്ള ഭവിഷ്യത്താണ് അവിടെ അനുഭവിച്ചത്. It is because of some disobedience that people committed what God told them not to. 7-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിച്ചാൽ നമുക്കൊരു കാര്യം അവിടെ മനസ്സിലാക്കാം. Verse 21 of chapter 7 we realize something. ഞാൻ കണ്ടു, അവിടെ ഉണ്ട് കണ്ടു, അതായത് ഒരു പൊൻകട്ടിയും കണ്ടു, അതായത് ആഖാൻ കണ്ടു, മോഹിച്ചു, എടുത്തു. So we can see that he took them. He saw something, he coveted them, and he took them. നമ്മളിവിടെ പറഞ്ഞ ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ അത് മോഹിച്ച് നമ്മൾ അത് എടുക്കുമ്പോഴാണ് പാപത്തിലേക്ക് നമ്മൾ അകപ്പെട്ടു പോകുന്നത്. And in the context, there are certain things that catches our attention, and then we would covet them, and when we take them, that is when it becomes sin. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് തീരുമാനം എടുക്കുവാനുള്ള ഫ്രീ വില്ല് ദൈവം തന്നിട്ടുണ്ട്. God has given us free will to choose. ഈ കൃപായുഗത്തിൽ നമ്മൾ തെറ്റിലേക്ക് പോകാതെ നിൽക്കുവാനുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വചനാടിസ്ഥാനത്തിൽ കർത്താവ് തന്നിട്ടുണ്ട്. And according to the word of God, we are convinced in order to stand firm in this period of grace. So പലപ്പോഴും പല വ്യക്തികൾ തെറ്റിപ്പോകുന്നത് 1 കൊരിന്ത്യർ 5:17 ഇപ്രകാരം പറയുന്നു, ഞങ്ങൾ പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ പഴയതെല്ലാം കഴിഞ്ഞു പോയി സകലതും പുതുതായി തീർന്നു, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല, എനിക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. And now as we see in 1 Corinthians chapter 5 verse 17, when people think that I am a new creation, all is gone, now everything has become new, and people think that now I am a new creation, I can do whatever I want. പലപ്പോഴും നമ്മൾ വാക്യങ്ങളെ റോങ് ആയിട്ട് കോട്ട് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുവാൻ ഒരു പ്രേരകമായി പല സാഹചര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. Many a times we take the word of God for support for our sinful things. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന പല വാക്യങ്ങളും പല കാര്യങ്ങളും നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ട്വിസ്റ്റ് ചെയ്യാറുണ്ട്. We twist the word of God many a times to cover what we are doing. പക്ഷേ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ ജയിക്കുവാൻ കർത്താവിന്റെ കൃപ, കർത്താവിന്റെ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. But let me remind you that when temptations and trials come, what we need is the grace of God and the word of God in order to stand firm in those. ഞാനൊരു 3 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. I'll remind you 3 things, then we'll conclude. ഒരു ടെംപ്റ്റേഷൻ വരുമ്പോൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട 3 സ്മോൾ തിങ്സ്, അത് പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ്സ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 3 small but important things that we have to be reminded when temptations come. You must understand the source, the force and the course
behind the temptation. പരീക്ഷണത്തിൽ ഉള്ള സോഴ്സും കോഴ്സും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയിൽ അകപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടുവാൻ So സാധിക്കും. we have to understand the source, the force, and the course of temptations in order to overcome it. ആ സോഴ്സ് എന്താണ്, അത് എവിടുന്നാണ് അതിന്റെ ഉദ്ഭവം എന്ന് മനസ്സിലാക്കി നമ്മൾ ആ പരീക്ഷണത്തിൽ നിന്ന് ജയിക്കുവാനായിട്ട് സാധിക്കണം. What is the source of this temptation? അതിന്റെ പിന്നിലുള്ള പ്രേരക ശക്തി എന്താണെന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. And the force behind temptation. അതുകൊണ്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്ന പാഠം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. And the course or the result of the temptation. സോ ഒരു പാപത്തിലേക്ക് പോകുവാനോ അല്ലെ തെറ്റിലേക്ക് പോവാൻ നമ്മൾ മനസ്സിൽ ചിന്തിക്കും വലിയ പാപങ്ങളെ ചെറിയ കാര്യങ്ങളൊന്നും പാപമല്ല, ചെറുതും വലുതും എല്ലാം പാപം തന്നെയാണ്. Now, many a times, the small mistakes we don't count them as sins, but let me remind you that small or big sin is sin. സിൻ അല്ലെങ്കിൽ പാപം എന്ന് പറഞ്ഞാൽ ഡിസയർ, ഓപ്പർച്യൂണിറ്റി ആൻഡ് ആക്ഷൻ എന്നാണ് ഞാൻ ഒരിടത്ത് വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. About sin, this is what I read. It is the desire, opportunity and action. That is what sin is. ഡിസയർ പ്ലസ് ഓപ്പർച്യൂണിറ്റി പ്ലസ് ആക്ഷൻ ഇന്നത്തെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആയിട്ട് നമുക്ക് പഠിക്കാം. ഡിസയർ പ്ലസ് ഓപ്പർച്യൂണിറ്റി പ്ലസ് ആക്ഷൻ എന്നുള്ളത് പാപത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീരും. For sin, if you would want to remember this equation, that desire plus opportunity plus action, that is what leads us to sin. യേശുക്രിസ്തു മാത്രമാണ് പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഈ ലോകത്തുണ്ടായിരുന്നത്. So there was only one person who was tempted in everything but sin. പക്ഷേ മനുഷ്യരായ നമ്മൾ എല്ലാവരും പാപത്തിലാണ് ജനിച്ച് ഇത്രത്തോളം നമ്മൾ ആയിത്തിരിക്കുന്നത്. For all of us are born in sin and we grow in sin. പക്ഷേ ദൈവത്തെ നമ്മൾ കണ്ടെത്തി കർത്താവിന്റെ വചനപ്രകാരം കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് കർത്താവിൽ നമ്മൾ വസിക്കുമ്പോൾ നമ്മൾ പാപത്തിൽ നിന്നും പരിശോധനകളിൽ നിന്നും ടെംപ്റ്റേഷനിൽ നിന്നും അകന്ന് ജീവിക്കുവാൻ ഈ നാളുകൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. But when we are met with God and when we accept him as our savior, God will give us grace to stay away from those sins. So 16-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, എൻ്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത്. Do not be deceived, my beloved brethren, Apostle James tells us in verse 16. ഈ ലോകത്തിന്റെ ഓരോ സാഹചര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ പല രീതിയിൽ നമ്മളെ ഡിസീവ് ചെയ്യുവാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. There are many things that we can be deceived when we look in this world. സോ അവിടെ നമ്മൾ നോക്കണം, ആ ഡിസീവ് ചെയ്യുന്ന കാര്യത്തിന്റെ സോഴ്സും ഫോഴ്സും കോഴ്സും ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് കർത്താവ് But when സഹായിക്കും. you realize the source, the force and the course of the deceivements that come our way, we will be able to stay away from it. നമ്മൾ പലരും നമ്മുടെ വാക്കുകളില് പ്രവൃത്തികളില് ദൈവത്തിന്റെ ഹിതമല്ലാത്ത പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം. In our words and in our deeds, maybe like many things happen in our lives which are not according to the will of God. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് കവിട് വീണ് കരയുവാനും പ്രാർത്ഥിക്കുവാനും ഈ ദിവസങ്ങളിൽ ഒന്ന് തീരുമാനം എടുത്തു നോക്ക്, കർത്താവ് അതിൽ വിജയം തരുമെന്നുള്ളതിന് സംശയമില്ല. But our God is a loving Father and forgiving Father. If you take a minute to come to him and ask for forgiveness, he will definitely forgive us our sins. ചില വ്യക്തികളോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരുടെ ലൈഫിൽ അവർ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ പാപം ചെയ്തോ അങ്ങനെ അല്ലെങ്കിൽ തെറ്റിലേക്ക് പോയാൽ അത് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്, പിന്നെയും വീണ്ടും ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ള കൺസെപ്റ്റിൽ പോകുന്ന ഒത്തിരി പേരുണ്ട്. Many people have the misunderstanding that when we sin and when we ask for forgiveness, God will forgive, but we can keep on sinning the same thing in our lives. പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ ആ ഒരു പാപത്തിൽ അല്ലെങ്കിൽ തെറ്റിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് ദിനംതോറും മനസാന്തരപ്പെടുവാൻ, ദിനംതോറും ദൈവത്തിന്റെ വചനത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ, ദിനംതോറും ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെ എൻകറേജ് ചെയ്യുന്നത്. But God's word does not encourage us to keep sinning or continue in the same sin, but every day we need renewal of our minds. അതിനുശേഷം നമ്മൾ കാണുന്ന എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. Bible says every good thing given and every perfect gift is from above, coming down from the Father of lights. നമ്മൾ ഇന്ന് കേട്ട് നല്ലൊരു പിതാവിന്റെ കാര്യം നമ്മൾ കേട്ടു. We learned about a good father in the English message today. സ്വർഗ്ഗത്തിലെ പിതാവ് നമ്മൾക്ക് വേണ്ടി എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും തരുവാൻ ശക്തനാണ്. Every good and perfect gift is coming from it comes from above, and our Father is faithful to give us what we need. നമ്മുടെ പരീക്ഷകളും പരിശോധനകളും തരണം ചെയ്യുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെയിരിക്കും. As we go through the trials and temptations, his unwavering presence will be with us. ഒരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞത് എൻ്റെ
നിന്റെ ശ്രദ്ധയിൽപ്പെട്ടിടൂ. This is, I paid attention to a man of God preaching like this. നമ്മുടെ ചിന്തകളെ നാം സൂക്ഷിച്ചില്ലെങ്കിൽ അത് വാക്കുകളായിട്ട് മാറും. If we don't guard our thoughts, it will become words. നമ്മുടെ വാക്കുകൾ അത് പ്രവൃത്തിയായിട്ട് മാറും. And our words will become deeds. ആ പ്രവൃത്തി ജീവിത ശൈലിയായിട്ട് മാറും. And the deeds will become habits. ആ ജീവിത ശൈലി ജീവിത സ്വഭാവമായിട്ട് മാറും. And the habits become our character. ആ സ്വഭാവമാണ് നമ്മളെ നിത്യതയിലേക്ക് നയിക്കണമോ വേണ്ടതോ എന്ന് തീരുമാനിക്കുന്നത്. And those habits will decide whether you are led to heaven or not. മരണമോ ജീവനോ എന്താണോ നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പേഴ്സണൽ ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് അതിനുള്ള ഡിസേൺമെന്റ് വരുന്നത്. The relationship with our God decides whether life is preserved for you or death is preserved for us. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ജീവകിരീടം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. And Apostle Paul reminds us that the crown of life is waiting for you. സോ 17-ാം വാക്യത്തിന്റെ ലാസ്റ്റ് ഭാഗത്തിൽ ഇപ്രകാരം കാണുന്നു. ഒരു വാക്ക് നമ്മൾക്ക് പലപ്പോഴും അതിന്റെ അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നറിയില്ല. ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈവം എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമല്ല. He is there yesterday, today and forever. And the last part of verse 17 says there is no variation or shifting shadow. Sometimes we don't understand the real meaning of that. The meaning is that our God does not keep changing. ഇന്നത്തെ ഈ ഒരു സന്ദേശം നിങ്ങൾ ശ്രവിക്കുമ്പോൾ നിങ്ങളോട് തന്നെ പറഞ്ഞേക്കാം, എന്താണ് എബിൻ പാസ്റ്റർ ഇങ്ങനെ പറയുന്നത്? ഞാനൊരു പാപത്തിൽ പോകുകയല്ല, ഞാൻ ദൈവകൃപയിൽ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഇതൊരു നമ്മളെ ഒന്ന് ഒരുക്കുവാൻ വേണ്ടി, നമ്മളെ ജീവിതത്തിൽ കർത്താവെ തെറ്റിലേക്ക് പോകാതെ ദൈവകൃപയിൽ അടിയുറച്ച് ജീവിതം നയിക്കുവാൻ ഒരു മുന്നറിയിപ്പായിട്ട് ഈ ഒരു സന്ദേശത്തെ നാം ഏറ്റെടുക്കാം. You might be wondering why I am preaching this message. You may be thinking that I am not a sinner, I live a perfect life, but let this be a reminder that there are trials and temptations, but let us continue to be in the grace of God and keep doing good. പാട്ടുകാരൻ പറയുന്നു, ഇത്ര നല്ലവനായ പ്രിയനെ ഇദ്ധരയിൽ രുചിച്ചറിയുവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും കർത്താവിന്റെ നാമത്തിന് മഹത്വം. Hallelujah. This is what the lyricists say, that we had such a privilege to know this God, and I will continue to follow his footsteps until my last breath. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവെ അങ്ങേ സേവിക്കുവാൻ, അങ്ങയുടെ ഹിതപ്രകാരം എന്റെ ജീവിതത്തെ നയിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടായിരിക്കാം. Let us continue in a prayerful attitude that Lord, whatever circumstances comes my way, let me continue to be in your presence and under your grace, Lord. ഇവിടെ അനേകം കുഞ്ഞുങ്ങളുണ്ട്, യൗവനക്കാരുണ്ട്, മാതാപിതാക്കളുണ്ട്. തെറ്റിലേക്ക് പോകുവാൻ അധികം സമയമോ സാഹചര്യങ്ങളോ ഒന്നും വേണ്ട. പക്ഷേ ദൈവമേ, എന്നെ അങ്ങയുടെ ഹിതപ്രകാരം വിശ്വസ്തയോടെ വചനത്തിന് അടിസ്ഥാനമുള്ള ജീവിതം നയിക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? There are many children here, many youngsters here. We don't need a lot of time to go astray from the grace of God, but it is the grace of God. Let us pray for the grace of God to stand firm in his footsteps. ഒരു നിമിഷം നമ്മുടെ പുറമേയുള്ള കണ്ണുകളെയൊക്കെ ഒന്ന് അടയ്ക്കുവാൻ കഴിയുമോ? Would you please close your outer eyes for a minute? ഹൃദയത്തെ ഒന്ന് ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? Can we concentrate our hearts in his presence today? കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ചോദിക്കുവാൻ കഴിയുമോ? പിതാവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ വാക്കുകളിലോ എൻ്റെ പ്രവൃത്തികളിലോ എൻ്റെ ചിന്തകളിലോ എൻ്റെ നോട്ടത്തിലോ വിചാരത്തിലോ ഏതെങ്കിലും കാര്യത്തിൽ കർത്താവിൻ്റെ ഹിതമല്ലാത്ത ടെംപ്റ്റേഷൻസിൽ ഞാൻ ആയിപ്പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, എൻ്റെ ജീവിതത്തിൻ്റെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ആണെങ്കിൽ കർത്താവെ എന്നെ അതിൽ നിന്ന് പുറത്തു വരുവാൻ, കർത്താവ് ഒരു പുതിയ സൃഷ്ടിയായി അങ്ങയുടെ സേവ ചെയ്യുവാൻ കർത്താവ് എന്നെ സഹായിക്കണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? Can we make a prayer from our heart that Lord, if my thoughts are not according to your will, if my words and if my deeds are not according to your will, Lord, help me come out of that situation and be a good child of you, God. കർത്താവെ, അങ്ങയുടെ സൃഷ്ടികളായി ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സേവ ചെയ്യുവാൻ, അങ്ങയുടെ നാമ മഹത്വത്തിന് നിലനിൽക്കുവാൻ, സഭയിലാണെങ്കിലും ദേശത്തിലാണെങ്കിലും ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും ഞങ്ങളുടെ സ്കൂളിലാണെങ്കിലും എവിടെയായിരുന്നാലും കർത്താവിന്റെ സാക്ഷികളായി നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും. We are all his creations, and let us pray that Lord, we will stand faithfully and firm in the foundation laid wherever we are, even if it is in the school or in the workplace or in whichever situation that you are placing us. Let it be the church or in the family, Lord. Give us the grace to stand in your grace, Lord. അങ്ങനെയെങ്കിൽ ഈ ഒരു കോറസ് പാടുമ്പോൾ ഹൃദയത്തിൽ നിന്ന് പറയുവാൻ കഴിയുമോ? Can we sing together from our hearts as we sing this chorus together? ഇത്ര നല്ലവനാ പ്രിയനേ,
ഇത്തരയിൽ രുചിച്ചറിവാൻ ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്തരയിൽ രുചിച്ചറിവാൻ ഇടയായതിനാൽ ഒടുവിൽ വരയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. രാവിലെ മുതൽ നമ്മൾ കേട്ട ഓരോ കാര്യങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യം കൃപയും കൂടെ ഇരുന്നു. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സുപുത്രത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ തന്നു. കർത്താവെ, അങ്ങയിൽ നിന്ന് അകന്നുപോയ അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കർത്താവെ, നല്ല പിതാവിൻ്റെ സ്നേഹത്തെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കി തന്നു. കർത്താവെ, തെറ്റിലേക്ക് പോകാതെ, പാപത്തിലേക്ക് പോകാതെ, അങ്ങയുടെ ഹിതത്തിനനുസരിച്ചല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതെ കർത്താവെ ചെയ്യുവാൻ ദൈവഹിതപ്രകാരമുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഹിതം, കർത്താവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുവാൻ, കർത്താവിൻ്റെ വചനാടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്നൊരു ഗാനത്തിൻ്റെ വരികൾ പാടി കർത്താവിന് മഹത്വം കരയേറ്റുവാം. ആ ഒരു സമയത്ത് നമുക്ക് സ്തോത്രകാഴ്ച കർത്താവിന് വേണ്ടി കൊടുക്കുവാനുള്ള സമയമാണ്. നമ്മൾ ഒരുമിച്ച് ദിവസത്തിൽ എഴുന്നേറ്റ് നിന്നൊരു പാട്ടിൻ്റെ വരികൾ പാടി കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം കരയേറ്റാം. സ്നേഹത്തിൻ അഴമിത് വന്നിപ്പനാവിനാലാവതില്ലേ, എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാ. ദൈവത്തിൻ സ്നേഹത്തിൻ അഴമിത് വന്നിപ്പനാവിനാലാവതില്ലേ, എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 സ്നേഹത്തിൻ ആഴമിത് വന്നിപ്പന്നാവിനാലാവതില്ലേ, എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വന്നിപ്പന്നാവിനാലാവതില്ലേ, എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. നിന്ദകളേറിടും വേളകളിൽ, പഴിദുഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവരെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ടീം പാസ്റ്റർ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ഇങ്ങനെ ഒരു നല്ല അവസരം കർത്താവ് തരുന്നല്ലോ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. ദേവദാസന്മാരെ ക്ഷണിക്കുന്നു.
Praise the Lord. If all the